ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈ മാമ്പഴ കാലത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കിയിരിക്കുന്നത് 3 ചേരുവകൾ ഉപയോഗിച്ച് മാത്രമാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത മാങ്ങയുടെ പീസുകളെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 100 ഗ്രാമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് വീപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാംഗോയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ കളറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇവിടെ. നന്നായിട്ട് അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ്. ആ പാത്രത്തിലേക്ക് നമുക്കൊരു മാംഗോയുടെ പൾപ്പ് ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഐസ്ക്രീമിന്റെ മിക്സ് നമുക്ക് പകുതി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ആൽമണ്ടിന്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് മാംഗോയുടെ പീസ് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്തത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ സെയിം രീതിയിൽ തന്നെ ചെയ്യാം. നമ്മളിവിടെ ഫ്രഷ് മാംഗോ പീസ് ഇട്ട് കൊടുക്കുന്നത് ഇടയ്ക്ക് നമുക്കിത് തണുത്ത ഐസ്ക്രീമിനോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇടയ്ക്ക് മാംഗോയുടെ ഫ്രഷ് പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് നമുക്ക് അതിനുശേഷം മൂടി കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിനകത്ത് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഐസ്ക്രീം നല്ലപോലെ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ചേരുവകൾ മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ആരും മറക്കണ്ട. ഈ മാമ്പഴക്കാലത്ത് ഇഷ്ടംപോലെ മാമ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.